നമസ്കാരം. കർണാടകയിലെ ചിക്കമംഗലൂരു ജില്ലയിലുള്ള നരസിംഹരാജപുരയിൽ മലയാളി നഴ്സിനെ നദിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പ്രവാസി മലയാളി സമൂഹത്തെയും നാട്ടുകാരെയും ഒരുപോലെ നടുക്കിയിരിക്കുകയാണ്. മുത്തനക്കൊപ്പയിൽ സ്ഥിരതാമസമാക്കിയ 30-കാരിയായ രന്യ ബേസലിന്റെ മൃതദേഹമാണ് മുടുവ പാളത്തിന് സമീപമുള്ള നദിയിൽ നിന്നും കണ്ടെടുത്തത്. കഴിഞ്ഞ 12 വർഷമായി ചിക്കമംഗലൂരു മേഖലയിൽ താമസിച്ചു വരികയായിരുന്നു രന്യ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ശിവമൊഗ്ഗയിലെ പ്രമുഖ ആരോഗ്യ സ്ഥാപനമായ നാരായണ ഹൃദയലാൽ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു രന്യ. ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് രന്യയെ കാണാതാകുന്നതും പിന്നീട് നദിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും. മരണത്തിൽ അസ്വാഭാവികതയുള്ളതായും ഇത് ആത്മഹത്യയാണോ എന്ന കാര്യത്തിലും വ്യക്തത പറയേണ്ടതുണ്ടെന്നും പോലീസ് അറിയിച്ചു. ആശുപത്രിയിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു രന്യ എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇതിനിടയിൽ മുടുവ പാളത്തിന് സമീപം വെച്ച് ഇവർ നദിയിലേക്ക് ചാടുകയായിരുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരോ പരിസരവാസികളോ ഇത്തരമൊരു സൂചന നൽകിയിട്ടുണ്ടെങ്കിലും പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു മലയാളി നേഴ്സ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ച് നിലവിൽ വ്യക്തമായ സൂചനകളൊന്നുമില്ല. കുടുംബപരമായ അതോ ഔദ്യോഗികപരമായോ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ രന്യ അനുഭവിച്ചിരുന്നു എന്ന കാര്യം പോലീസ് ഗൗരവമായി പരിശോധിച്ചു വരികയാണ്. വിവാഹിതയാണ് രന്യ. 12 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് രന്യയ്ക്ക് ഭർത്താവും ഒരു മകനും മകളുമുണ്ട്. 12 വർഷം മുൻപായിരുന്നു രന്യയുടെ വിവാഹം കഴിഞ്ഞത്. സ്നേഹനിധിയായ ഒരു അമ്മയും ഉത്തരവാദിത്തമുള്ള ഒരു നേഴ്സുമായിരുന്ന രന്യയുടെ അപ്രതീക്ഷിത മരണം കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും വലിയ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ആശുപത്രിയിൽ തിരക്ക് പിടിച്ച ജോലികൾക്കിടയിലും കുടുംബകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരാൾ ഇത്തരത്തിൽ മരണപ്പെട്ടത് വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവർക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രന്യയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അന്വേഷിച്ചറിയുന്നുണ്ട്. സംഭവത്തിൽ നരസിംഹരാജപുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. അപകട മരണമാണോ അതോ സ്വയം ജീവനൊടുക്കിയതാണോ എന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. രന്യയുടെ ഫോൺ രേഖകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. മരണത്തിന് മുൻപ് ആരെങ്കിലും രന്യയെ വിളിച്ചിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട്. കർണാടകയിലെ മലയാളി അസോസിയേഷൻ ഭാരവാഹികളും വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസും ബന്ധുക്കളും തമ്മിൽ ചർച്ചകൾ നടത്തി വരികയാണ്. ഒരു യുവ നേഴ്സിന്റെ ജീവൻ ഇത്തരത്തിൽ പൊലിഞ്ഞത് പ്രവാസ ലോകത്ത് വലിയ ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. ഒരു യുവ നേഴ്സിന്റെ മരണവാർത്ത എന്തായാലും കേരളം വിട്ട് പുറത്ത് താമസിക്കുന്ന നിരവധി ആളുകളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാകുന്നതോടെ മാത്രമേ ഈ ദാരുണ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പുറം ലോകം അറിയുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് അയൽവാസികളുടെയും സഹപ്രവർത്തകരുടെയും മൊഴി രേഖപ്പെടുത്തുന്നത് തുടരുകയാണ്. രന്യയുടെ വിയോഗത്തിൽ നാരായണ ഹൃദയാലയയിലെ ജീവനക്കാരും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് നമ്മളെ തേടിയെത്തുന്നത്. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. എത്രയും വേഗം എന്താണ് മരണകാരണം എന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിൽ പോലീസ് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.